യു ഡി എഫിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വ്യക്തമായ നിലപാടില്ല. അതേസമയം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള ശബ്ദം യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുമില്ല. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് നാട് വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പരാമർശം പോലും ഇല്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ഇവിടം വരെ എത്തി സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അധപ്പതനം എത്ര വലുതാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധപ്പതനത്തെക്കുറിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. 2023 ജനുവരി അവസാന വാരം ജമ്മു കാശ്മീരിലാണ് ഭാരത് ജോഡോ യാത്ര അവസാനിച്ചത്. അന്നൊരു പ്രത്യേക സംഭവം ഉണ്ടായി. അന്നാണ് ആ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യ വക്താവും കത്വ കേസിലെ ഇരയുടെ അഡ്വക്കറ്റുമായിരുന്ന അഡ്വക്കറ്റ് ദീപിക സിംഗ് രജാവത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ദീപിക സിംഗ് രജാവത്ത് മലപ്പുറത്തുകാർക്ക് അപരിചിതയല്ല. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിരവധി വേദികളിൽ അവർ സംസാരിച്ചിരുന്നു. എന്തിനാണ് ദീപിക കോൺഗ്രസ് വിട്ടത്? മുൻ ജമ്മു കാശ്മീർ മന്ത്രിയും BJP നേതാവുമായ ചൗധരി ലാൽ സിംഗിനെ ജോഡോ യാത്രാ സമാപന വേദിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു അവരുടെ രാജി. കത്വയിൽ പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ റേപ്പിസ്റ്റുകളെ പരസ്യമായി ന്യായീകരിക്കാനും കേസ് അട്ടിമറിക്കാനും മുന്നിൽ നിന്ന വ്യക്തിയാണ് അന്നത്തെ BJP മന്ത്രി കൂടിയായ ഈ പറഞ്ഞ ചൗധരി ലാൽ സിംഗ്. കാശ്മീരിൽ ഗ്രാമത്തിൽ നിന്ന് നാടോടി മുസ്ലിം കുടുംബങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടിയാണ് കത്വയിൽ ഈ ക്രൂരകൃത്യം ചെയ്തത്. കുറ്റവാളികളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഏക്താ മഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റാലിക്ക് നേതൃത്വം കൊടുത്തത് ഈ ചൗധരി ലാൽ സിംഗ് ആയിരുന്നു. അറപ്പുളവാക്കുന്ന ഭാഷയിൽ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും ഇതേ വ്യക്തിയായിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഇങ്ങനെ ചെയ്തത് അന്ന് വലിയ തോതിലുള്ള വാർത്തയായതാണ്. ആ ലാൽ സിംഗിനെയാണ് ജോഡോ യാത്രാ സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. അത് സഹിക്കാതെയാണ് ദീപിക സിംഗ് രജാവത്തിന്
കോൺഗ്രസ് വിട്ടുപോകേണ്ടി വന്നു. രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ദീപിക സിംഗ് കുറിച്ചതിങ്ങനെയായിരുന്നു. അവരുടെ വാചകമാണ്: ഇൻ വ്യൂ ഓഫ് ചൗധരി ലാൽ സിംഗ്സ് പ്രപ്പോസൽ ഓഫ് ജോയിനിങ് ഭാരത് ജോഡോ യാത്ര ആൻഡ് കോൺഗ്രസ് allowing the same, I am left with no other option but to resign from Congress. Lal Singh was responsible for sabotaging the Katwa rape case in 2018 by brazenly defending rapists. ഇതാണ് അവരന്ന് പരസ്യമായി കുറിച്ചത്. ചൗധരി ലാൽ സിംഗിനെ കോൺഗ്രസ്സിലേക്ക് ആനയിക്കാൻ ഒരു മനസാക്ഷി കുത്തും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായില്ല. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇത്തരക്കാരെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് സംഘപരിവാറിനെ രാഷ്ട്രീയമായി നേരിടാൻ പോകുന്നത്. ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് ഇതേ ചൗധരി ലാൽ സിംഗ് ആണ് എന്നത് ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം മാത്രം പറയുന്നു. തിരിച്ച് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വരുന്ന കാര്യം പറയുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു പരാതി. ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് വന്ന ഒരാളുടെ കാര്യം പറഞ്ഞു വന്നേയുള്ളൂ. വാർത്ത സൃഷ്ടിക്കാൻ പി ആർ ഏജൻസികൾ തയ്യാറാക്കുന്ന വാചകങ്ങൾക്കപ്പുറം ബി ജെ പി എതിർക്കുന്നതിൽ പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായോ കോൺഗ്രസ്സിന് ഒരു താല്പര്യവുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അധികാരവും ഇവ രണ്ടിലും മാത്രമേ കോൺഗ്രസ്സിന് ബി ജെ പിയുമായി അഭിപ്രായ വ്യത്യാസവും മത്സരവുമുള്ളൂ. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ തുറന്നെതിർക്കുന്ന എത്ര കോൺഗ്രസ് നേതാക്കളുണ്ട്? ആരുമില്ലെന്നല്ല പറയുന്നത്. അധികാര രാഷ്ട്രീയത്തിൽ ഇടം നേടാൻ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. അങ്ങനെ ആവരുത് എന്നാണ് പൊതുവെ ആഗ്രഹിക്കുന്നത്. ബി ജെ പിയുടെ ബി ടീമായി അധപ്പതിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം വീണ്ടെടുക്കണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നാൽ സമീപകാല അനുഭവങ്ങൾ അതല്ല സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഹിമാചൽ പ്രദേശ്. അവിടെ ഒഴിവ് വന്ന ഏക രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവർ ഉറപ്പായും ജയിക്കുന്ന സീറ്റ്. അങ്ങനെ ഉറപ്പായും ജയിക്കേണ്ട സീറ്റിൽ തോറ്റുപോയ പാർട്ടിയാണ് കോൺഗ്രസ്. 6 കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിക്ക് വോട്ട് കുത്തിയത്. അവരിപ്പോൾ ബി ജെ പിയിൽ ചേരുകയും ചെയ്തു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മനു അഭിഷേക് സിംഗ് എന്ന ദേശീയ നേതാവ് എന്താ പറഞ്ഞത് എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. സംസ്ഥാന ഭരണമുള്ളിടത്ത് പോലും കോൺഗ്രസ്സിന് ഉറച്ച രാജ്യസഭാ സീറ്റ് വിജയിപ്പിച്ചെടുക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അരുണാചൽ പ്രദേശ്. അരുണാചലിൽ ലോക്സഭയ്ക്കൊപ്പം നിയമസഭയിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയുമാണ് അവിടുത്തെ മുഖ്യ കക്ഷികൾ. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മത്സരിക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെ 10 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പിന് മുൻപേ ബി ജെ പി എതിരില്ലാതെ ജയം നേടിയത്. കോൺഗ്രസ് ബി ജെ പിക്കെതിരെ സ്ഥാനാർത്ഥികൾ നിർത്താതെ വാക്ക് ഓവർ നൽകുകയായിരുന്നു. ഇതിൽ ഉപമുഖ്യമന്ത്രിക്കെതിരെ ആദ്യം
പത്രിക നൽകിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാന നിമിഷം പത്രിക പിൻവലിക്കുകയായിരുന്നു. ആകെയുള്ള 60 സീറ്റിൽ 10 സീറ്റുകൾ മത്സരം തുടങ്ങും മുൻപേ BJP നേടിയ സ്ഥിതിയാണിത്. എന്താണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്? BJPക്കെതിരെ സ്ഥാനാർത്ഥികൾ നിർത്താതെയും നിർത്തിയ സ്ഥാനാർത്ഥി നൽകിയ പത്രികകൾ പിൻവലിച്ചു. കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്? കോൺഗ്രസ്സാണ് BJPക്ക് ബദലെന്നല്ലേ സാധാരണ ആ പാർട്ടിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര അരുണാചൽ പ്രദേശിലൂടെ കടന്നുപോയിട്ട് അധികം കാലമായിട്ടില്ല എന്നുകൂടി കാണേണ്ടതാണ്. 2016 കൂടെയുള്ള 13 MLA-മാരെയും കൊണ്ട് BJPയിലേക്ക് പോയ അരുണാചൽ പ്രദേശിലെ അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രേമചന്ദ് തന്നെയാണ് ഇപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് ജയിച്ച മുഖ്യമന്ത്രി. കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും മത്സരിച്ച് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഇദ്ദേഹം. രാജ്യത്താകെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടികയൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കിന് ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ്. ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ്. അതിങ്ങനെ വന്ന് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുന്നു. കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണ്. മലപ്പുറം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി UDF നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ്. എറണാകുളത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. 2004 കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും 2011 PSC ചെയർമാൻ്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത്. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും കോൺഗ്രസ് പാർട്ടിയുടെ IT സെൽ തലവനുമായിരുന്നു. കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. അതായത് ഇന്ന് കേരളത്തിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്ന 4-ൽ 1 മുൻ UDFകാരാണ്. ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും VD സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. എന്ത് വിരോധാഭാസമാണിത്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയവരും RSSനോട് വോട്ട് ഇരുന്ന് വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക എന്നേ പറയാനുള്ളൂ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDF അവസരവാദത്തിനും നിലപാടില്ലായ്മയ്ക്കും
എതിരായ വിധിയാണ് എഴുതുക. മത്സര ചിത്രത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP കൂടുതൽ അപ്രസക്തമാവുകയും LDF ഉജ്ജ്വല വിജയം നേടുകയും ചെയ്യും.